അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ KS അല്ലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽ സിലബസിലേക്കാണ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സിലബസ് മാത്രം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സിലബസിൻ്റെ PDF നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ KS എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചൊരു ലെങ്തി ആയിരിക്കും. ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സിലബസ് മാത്രം ആവശ്യമുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നീട് നിങ്ങളോടൊരു കാര്യം പറയേണ്ടത്, ആഴ്ചയിലുള്ള ഒരു ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അനിയത്തിയുടെ ചാനലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാഴ്ച നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നൽകുന്നതാണ്. നമ്മുടെ ചാനലിൽ നിന്ന് നൽകാത്തതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് LP UPയുടെ ക്ലാസ് വരുന്നുണ്ട്, ഫയർമാൻ്റെ ക്ലാസ് വരുന്നുണ്ട്, LD എക്സാമിൻ്റെ ക്ലാസ് വരുന്നുണ്ട്, LGS. ഈ 4 ക്ലാസ്സിൻ്റെ റെഗുലറായിട്ട് പോകുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ KSും കൂടി വരുന്ന സമയത്ത് അത് പഠിക്കുന്ന നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് മിനി സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന എക്സാമാണ്. അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ ക്ലാസ്സുകൾ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാവൂ. ഓക്കെ, അപ്പം അത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങളെ മനസ്സ് ഡീവേറ്റ് ചെയ്യാത്ത രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആദ്യ ചാൻസ് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ സിലബസ് ആണ്. ഒന്ന് നമുക്കറിയാം, ഹിസ്റ്ററി ജനറൽ സ്റ്റഡീസ് 1 എന്ന ഭാഗത്തിൽ പേപ്പർ 1 90 മിനിറ്റ് ആണ് ഈ പേപ്പർ 1 എന്ന വിഭാഗത്തിൽ ഉണ്ടായിരിക്കുക. 100 മാർക്കാണ് ഉണ്ടാവുക. അതിലേതെല്ലാം ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ജനറൽ സ്റ്റഡീസ് 1 ഒന്ന് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ പീരീഡ് നമുക്കറിയാം. ആൻഷ്യൻ്റിനകത്ത് നമ്മൾ പഠിക്കാത്ത ആൻഷ്യൻ്റ് മിഡീവൽ ഇന്ത്യ നിങ്ങൾ പഠിക്കാത്ത എന്ത് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അവിടെയുള്ള ലാൻഡ്മാർക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കണം, സിവിലൈസേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം, അവരുടെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ. ഇത് സിവിൽ സർവീസ് എക്സാമിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കും ക്ലാസ്സുകൾ എടുത്തു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെയുള്ള NCERT ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റ് എന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ KS പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ബുക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങുകയോ അതല്ലെങ്കിൽ മെറ്റീരിയൽ PDF ആയിട്ട് ഇതേ ചാനലിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കറിയാം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന 18ാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ 18ാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ് ടു ദ പ്രസൻറ്റ്, ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മോഡേൺ പീരീഡിലാണ് ഉൾപ്പെടുത്തുക. നമ്മളിപ്പോൾ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം മോഡേൺ കാലഘട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മുതൽ നോക്കണം, 18ാം നൂറ്റാണ്ട് മുതൽ വരുന്ന സാമ്പത്തിക മൂവ്മെൻറ്റുകൾ, ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓർഗനൈസേഷനുകൾ, ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ UNO വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്നാൽ കേരള ഹിസ്റ്ററി, അതും 18ാം നൂറ്റാണ്ട് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് 18ാം നൂറ്റാണ്ട് മുതൽ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യനുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. മെയിൻസ് എക്സാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് ഗ്രാമർ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നീട് ഹിസ്റ്ററി ഓഫ് വേൾഡ്, നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതൽ വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, നമുക്കറിയാം 14 മുതൽ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്നുള്ളത് നമുക്കറിയാം. 2ാം ലോകം 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച് ഇന്ന് ഈ നിലയിൽ അന്റോണിയോ ഗുട്രസ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന ഈ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പം ലോക ഹിസ്റ്ററി നിങ്ങൾക്കൊരു എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലാസ്സും നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കറിയാം കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്കൾപ്ചേഴ്സ് എല്ലാ കാര്യങ്ങളും
നമ്മൾ വിശദമായിട്ട് ട്രൈബൽസിൻ്റെ പിൽഗ്രിംസ്, ടൂറിസ്റ്റ് ഫ്ലോക്ക് എല്ലാം നമ്മൾ വൺ വേർഡ് എന്ന രീതിയിലാണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ കേരളത്തിൻ്റെത്, അതിൽ നൂറ്റാണ്ടിൻ്റെ കാലങ്ങളൊന്നും പറയുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓരോ ടോപ്പിക്കിനും, ഓരോ സബ്ജക്റ്റിനല്ല, ഓരോ ടോപ്പിക്കിനനുസരിച്ചുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്. ആദ്യം നമുക്ക് എന്തിൽ നോക്കാം? ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന? നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ ആഗസ്റ്റ് ഓഫർ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ, ഷെഡ്യൂളുകൾ, ഭരണഘടനാ നിർമ്മാണ സമിതികൾ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, എവിടെ നിന്നെല്ലാം കാര്യങ്ങളെടുത്തു. 395 ആർട്ടിക്കിൾ. ഭരണഘടന നിർമ്മിക്കുമ്പോൾ 395 ആർട്ടിക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 465 ആർട്ടിക്കിൾ ഉണ്ട്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നീട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം. പബ്ബാഡി എന്നാണ് സിവിൽ സർവീസിനൊക്കെ പഠിച്ചവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഷോർട്ടാക്കിയിട്ട് പറയാം. കാരണം നമുക്കറിയാം, പ്രധാനപ്പെട്ട 21 അമേരിക്കൻ തിങ്കേഴ്സ് ഉണ്ട്. അമേരിക്കയല്ല, 21 തിങ്കേഴ്സിൻ്റെത്. അവരുടെ കാര്യങ്ങളും തിയറികളുമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഏതെല്ലാം ബുക്കുകൾ, പ്രധാനമായിട്ടും സിവിൽ സർവീസിനെ നോക്കുന്ന അതേ രീതിയിലുള്ള ബുക്കുകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പബ്ലിക് സിസ്റ്റം ആൻഡ് ഗവേണൻസ്. ഇത് ഓൾറെഡി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് വരുന്ന ഒരു വിഭാഗമാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഗവേണൻസ് എന്നുള്ള ഭാഗം വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്കറിയാലോ, ഹൈറാർക്കി എങ്ങനെയാണ് വരുന്നത് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗവേണൻസ് എന്നുള്ള ഭാഗവും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണുള്ളത്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്. സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അന്താരാഷ്ട്ര റിലേഷൻഷിപ്പ്, ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന, അതുപോലെയുള്ള കാര്യങ്ങൾ, കവനൻറ്റുകൾ, പിന്നീട് നമുക്കറിയാം ട്രീറ്റി, ഉടമ്പടികൾ, ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിർത്തിയിൽ വരുന്ന ഒരുപാട് തിയറീസും കാര്യങ്ങളുമുണ്ട്. അതിർത്തി രാജ്യങ്ങളുമായിട്ട് ഏതെല്ലാം രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാർട്ടായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, LPG ഗവേണൻസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം എക്കണോമിക്സിൻ്റെ നമുക്കറിയാം 1991 നമുക്കറിയാം LPG പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയായിരുന്നു IMFും വേൾഡ് ബാങ്ക് എല്ലാം കൂടി നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് നമ്മൾ പുതുതായിട്ടുള്ള മാതൃകകൾ കൊണ്ടുവന്നു. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ ഉയർന്നു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഓക്കെ, പിന്നീട് നമ്മൾക്ക് എന്താണ് നോക്കുന്നത്? റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്. നമുക്കെന്താ പറയുക, റീസണിങ്, മെൻ്റൽ എബിലിറ്റി, സിമ്പിൾ മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. ജിയോഗ്രഫി പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച ജിയോഗ്രഫി അല്ല പഠിക്കാതെ ഫണ്ടമെൻ്റൽ ജിയോഗ്രഫി ആൻഡ് ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ജിയോഗ്രഫിയെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. അതപ്പോൾ ആ രണ്ട് ഏരിയകളും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈം, ഇൻ്റർനാഷണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്. പിന്നെ നമുക്കറിയാം ഫിസിക്കൽ ജിയോഗ്രഫീൻ്റെ അകത്ത് സോഷ്യൽ, എക്കണോമിക്കൽ, ഗ്രാഫിക്കൽ വേൾഡ്. കണ്ടോ, ഇത് ജനറൽ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ജിയോഗ്രഫി ആക്കിയിട്ട് നമുക്കറിയാം. ഓക്കെ, ഇതായിരുന്നു പേപ്പർ 1 എന്ന വിഭാഗത്തിൽ 100 മാർക്കിന് 90 മിനിറ്റുള്ള എക്സാമിൻ്റെ സിലബസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരു 90+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. പിന്നീട് നമ്മൾ നോക്കുന്നത് പേപ്പർ 2. പേപ്പർ 2 എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 2 വിഭാഗങ്ങളാണുള്ളത്. ജനറൽ സ്റ്റഡീസ് 2 എന്ന വിഭാഗം, പാർട്ട് 1, പാർട്ട് 2 എന്ന വിഭാഗമുണ്ട്. ഓക്കെ, പേപ്പർ 1ൻ്റെ അകത്ത് നമുക്കറിയാം ജനറൽ സ്റ്റഡീസ് ഫസ്റ്റിൻ്റെ അകത്ത് പാർട്ട് 1 എന്ന് പറയുന്നത് 50 മാർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, 50 മാർക്കാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 50 മാർക്കിൻ്റെ ഏതല്ല, ഒന്ന് എക്കണോമി ആൻഡ് ഇന്ത്യൻ പ്ലാനിങ്. നമുക്കറിയാം പുതുതായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്സ് നമ്മൾ എന്തായാലും പഠിക്കണം. ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ എക്കണോമിക്സ് ഇൻഡിപെൻഡൻസിന് ടൈമുള്ളത്, നീതി ആയോഗ്, പുതിയ മാറ്റങ്ങൾ, പ്രൈമറി, സെക്കൻഡറി, 5 ഇയർ പ്ലാൻസ്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നാമത് എന്താണ്? എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് വരുന്നത്. പിന്നീട് നമുക്കറിയാം
അഗ്രികൾച്ചർ സെക്ടർ, ടെക്നോളജിയുടെ ഇൻഡസ്ട്രിയൽ സെസ് കാര്യം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വിഭാഗങ്ങൾ തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് പബ്ലിക് ഗവേണൻസ്, ടാക്സ് സിസ്റ്റം. നമുക്കറിയാലോ ഇൻകം ടാക്സ്, പുതുതായിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ഡെഫിസിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നീട് ട്രെൻഡ്സ്, കോമ്പോസിഷൻ, എക്കണോമിക്കൽ ആൻഡ് സ്റ്റേറ്റ് ഓവർലു പോപ്പുലേഷൻ, പിന്നെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ട രീതിയിലുള്ളത്, അതുപോലെ തന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് നേച്ചർ, സ്കോപ്പ്, സയൻസ്, ടെക്നോളജി, നാഷണൽ പോളിസി, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ പറയാം ICT. യെസ്, ICT ആൻഡ് ഗവേണൻസ്, വേരിയസ് ഫോം ഓഫ് ഗവേണൻസ്, സ്കീം, ഗവേണൻസ്, നാഷണൽ സെക്യൂരിറ്റി, റോബോട്ടിക്സ്. ഇപ്പം 21 സെഞ്ച്വറിയിൽ നമ്മൾക്ക് പ്രധാനമായിട്ട് നോക്കുന്ന റോബോട്ടിക് സിസ്റ്റം കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. ISRO ഒക്കെ ഓൾറെഡി നമുക്ക് ടെക്നോളജി, സ്പേസ് ആൻഡ് പല ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ഒന്ന് എനർജി, ഒന്ന് സ്പേസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നീട് നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ, പിന്നെ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി, പിന്നെ എൻവയോൺമെൻറ്റൽ സൗണ്ട്. യെസ്, നമുക്കറിയാം നമ്മളെ നാച്ചുറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. കൺസർവേഷൻ ഇൻ ഇന്ത്യ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കറിയാം ലാംഗ്വേജുകൾ. നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ മലയാളം. യെസ്, മലയാളം എന്തായാലും നമുക്കറിയാം, മലയാളം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതപ്പോൾ 2 ഭാഗത്തിനാണ് ഉള്ളത്. അതിൽ 30 മാർക്കാണുള്ളത്. ഒന്നിന് ലാംഗ്വേജ് മലയാളത്തിന് 30 മാർക്കും ഇംഗ്ലീഷിന് 20 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നോക്കാം. യെസ്, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളം പ്ലസ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കന്നഡ ഉപയോഗിക്കാം. ലാംഗ്വേജുകൾ കന്നഡ ഓർ ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ തമിഴ് ഓർ ഇംഗ്ലീഷ്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് പോവുക. ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ PDF കാര്യങ്ങളും നൽകുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ മാറ്റി എഴുതിയിട്ട് നിങ്ങളിത് ബുക്കിലെല്ലാം ഒക്കെ ഒരു നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതുക. ഇന്ന് തന്നെ സിലബസ് ഫുള്ള് നിങ്ങൾ മാറ്റി എഴുതണം. ഉടനടി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലുള്ള വീഡിയോ കാര്യങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി ടൈമില്ല, നന്നായിട്ട് എഫേർട്ട് എടുക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് റാങ്ക് നേടാം. ഓക്കെ, ഉറപ്പല്ലേ? കൂടെ ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.